മോർണിംഗ് ടു ഓൾ. അപ്പോൾ നമ്മൾ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ എ ക്രിസ്മസ് ഡേ ഇൻ ദ മോർണിംഗ് എന്നുള്ള ഷോർട്ട് സ്റ്റോറിയാണ് അത് സ്റ്റാർട്ട് ചെയ്യാണ്. പേൾ എസ് ബക്കാണ് റൈറ്റർ. എ ക്രിസ്മസ് ഡേ ഇൻ ദ മോർണിംഗ് റിട്ടൺ ബൈ പേൾ എസ് ബക്ക്. ഒരു ക്രിസ്മസ് ഡേയുടെ ഒരു മോർണിംഗിനെ കുറിച്ചാണ്, ആ ഒരു മോർണിംഗിൻ്റെ ഒരു റിമംബറൻസ്, ഒരു ഓർമ്മയാണ് ഈ ഒരു കഥ. പേൾ എസ് ബക്കിനെ കുറിച്ചാണ് ഫസ്റ്റ് പാരഗ്രാഫ്. പേൾ എസ് ബക്ക് വാസ് ആൻ അമേരിക്കൻ റൈറ്റർ ആൻഡ് നോവലിസ്റ്റ്. Her novel Good Earth won the Pulitzer Prize in 1932. In 1938, she was awarded the Nobel Prize in Literature for her rich and truly epic descriptions of peasant life in China and for her biographical masterpieces. She was the first American woman to win the Nobel Prize for Literature. അപ്പോൾ പേൾ എസ് ബക്ക് എന്നുള്ള റൈറ്ററിൻ്റെ ഡിസ്ക്രിപ്ഷനാണ്. ഫോട്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പേൾ എസ് ബക്കിൻ്റെ ഫോട്ടോ ആണിത്. ഷി വാസ് എ ഫീമെയിൽ റൈറ്റർ. പേര് കേൾക്കുമ്പോൾ മെയിലാണോ ഫീമെയിലാണോ എന്ന് ഡൗട്ട്സ് ഉണ്ടാവും. ഷി വാസ് എ ഫീമെയിൽ റൈറ്ററാണ്. പേൾ എസ് ബക്ക് വാസ് എൻ അമേരിക്കൻ റൈറ്ററാണ് ആൻഡ് ഷി വാസ് ഓൾസോ എ നോവലിസ്റ്റ്. ഹർ നോവൽ ഗുഡ് എർത്ത്, അവരുടെ നോവലിൻ്റെ പേരാണ് ഗുഡ് എർത്ത് എന്നുള്ളത്. ഒരു നോവലിൻ്റെ പേരാണ്, നോട്ട് ചെയ്ത് വെക്കണം. വൺ ദ പുലിറ്റ്സർ പ്രൈസ് ഇൻ 1932. 1932 പുലിറ്റ്സർ പ്രൈസ് കിട്ടിയ നോവലാണ് എന്ത് ഗുഡ് എർത്ത് എന്നുള്ളത്. ഒരു GK ക്വസ്റ്റ്യൻ കൂടി കേട്ടോ. 1932 പുലിറ്റ്സർ പ്രൈസ് കിട്ടിയത് ആർക്കാന്ന് വെച്ചാൽ പേൾ എസ് ബക്കാണ്. പുലിറ്റ്സർ പ്രൈസിനെ കുറിച്ചൊക്കെ എന്താണ് നമ്മുടെ PSC എക്സാം പോലുള്ള എക്സാമിനൊക്കെ ചോദിക്കാറുണ്ട്. പുലിറ്റ്സർ പ്രൈസ് വളരെ ഈ അമേരിക്ക ഈ നമ്മളെ ഇത് കൊടുക്കൂലേ, നൊബൽ പ്രൈസ് പോലെ തന്നെ അതിൻ്റെ തന്നെ ക്വാളിറ്റിയുള്ള അമേരിക്ക കൊടുക്കുന്ന പ്രൈസാണ് പുലിറ്റ്സർ പ്രൈസ് കേട്ടോ. ഷി വാസ് അവാർഡഡ് ദ നോബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ. 1932 പുലിറ്റ്സർ പ്രൈസ് കിട്ടുകയും 1938 നൊബൽ പ്രൈസ് ലിറ്ററേച്ചറിന് നോബൽ പ്രൈസ് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. 1938 നൊബൽ പ്രൈസ് കിട്ടിയത്, നോബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ for her rich and truly epic description of peasant life in China and for her biographical masterpieces. ഈ 1938 നോബൽ പ്രൈസ് കിട്ടിയത് അവരുടെ ഈ പെസൻറ്റ് ലൈഫിനെ കുറിച്ചുള്ള എപ്പിക് ഡിസ്ക്രിപ്ഷൻ ഓഫ് പെസൻറ്റ് ലൈഫ് എന്ന് വെച്ചാൽ, എപ്പിക് എന്ന് വെച്ചാൽ എന്താണ്, എന്താണ് നമ്മുടെ ഉപനിഷത്തുകളും രാമായണമൊക്കെ ഒരു എപ്പിക്കാണ്. അപ്പോൾ ഒരുപാട് വർക്കിന് കിട്ടിയതാണ് ഈ നോബൽ പ്രൈസ്. ഏകദേശം അവർ എഴുതിയ ഒരുപാട് വർക്ക്സിന് ഇൻക്ലൂഡ് ചെയ്തിട്ട് കിട്ടിയതാണ്. എന്തിനെക്കുറിച്ചാണ് അവർ എഴുതിയത്? പെസൻറ്റ് ലൈഫ് ഇൻ ചൈന, ചൈനയിലെ കാർഷിക ജീവിതം. പെസൻറ്റ് ലൈഫ് എന്ന് വെച്ചാൽ ആ ഒരു സാധാരണ ജീവിതത്തിനെ കുറിച്ച്. ദെൻ ഷി വാസ് ദ ഫസ്റ്റ് അമേരിക്കൻ വുമൺ ടു വിൻ ദ നോബൽ പ്രൈസ്. അവിടെയും നമുക്കൊരു ആൻസർ കിട്ടി. ഷി വാസ് ദ ഫസ്റ്റ് അമേരിക്കൻ വുമൺ, അമേരിക്കയിലെ ആദ്യത്തെ നോബൽ പ്രൈസിന് ജേതാവായ സ്ത്രീ ആണ് ആര്? നമ്മുടെ പേൾ എസ് ബക്ക്. സോ ഷി വാസ് എ ഫേമസ് വൺ അല്ലേ, ഒരു സെലിബ്രിറ്റിയാണ്, ഫേമസ് വൺ ആണ്. ഒരുപാട് അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ സ്റ്റോറിയിലേക്ക് കടക്കുകയാണ്. എ ക്രിസ്മസ് ഡേ ഇൻ ദ മോർണിംഗ് എന്നാണ്. സോ ഒരു ഓർമ്മയാണ് അല്ലേ, ഒരു ഓർമ്മ. നമുക്ക് ആ നൊസ്റ്റാൾജിയെ ഫീൽ ചെയ്യുന്നുണ്ട്. ആ ടൈറ്റിൽ തന്നെ വി ഹാവ് ടു ഏൺ ദ നൊസ്റ്റാൾജിയ അബൌട്ട് ദ റൈറ്റേഴ്സ് ലൈഫ് അല്ലേ, റൈറ്ററിൻ്റെ ലൈഫിൻ്റെ നൊസ്റ്റാൾജിയൊക്കെ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. ട്രൂലി അത് തന്നെയാണ് ആ ഒരു ചൈൽഡ്ഹുഡ് ഡേയ്സിനെ കുറിച്ചുള്ള ഒരു ഓർമ്മക്കുറിപ്പ് തന്നെയാണ് ഈ ഒരു സ്റ്റോറി. സോ ഞാൻ ഫസ്റ്റ് പാരഗ്രാഫ് വായിക്കുകയാണ്. അപ്പോൾ he woke suddenly and completely. It was 4 o'clock, the hour at which his father had always called him to get up and help with the milking. So he woke suddenly and completely. It was 4 o'clock, the hour at which his father had always called him to get up and help with the milking. So in the beginning of the story, we know that the story begins with the writer or the author's early മീൻസ് യങ്ങർ ഡേയ്സിലാണ്
ഈ സ്റ്റോറിയുടെ ബിഗിനിങ് എന്ന് വെച്ചാൽ ചൈൽഡ്ഹുഡ് ഡേയ്സിനെ കുറിച്ചുള്ള ഓർമ്മയെക്കുറിച്ച് ഓർത്തൊരു ഹി വാസ് റിമെമ്പറിങ് അബൌട്ട് ഹിസ് ചൈൽഡ്ഹുഡ് ഡേയ്സ്. അതാണ് ഒരു ഫ്ലാഷ് ബാക്ക് ടെക്നിക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ദ റൈറ്റർ യൂസ്ഡ് എ ഫ്ലാഷ് ബാക്ക് ടെക്നിക്ക് ഇൻ ദ സ്റ്റോറി. ഒരു ഫ്ലാഷ് ബാക്കിലൂടെയാണ് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ സിനിമയിലൊക്കെ കാണാറില്ലേ, എന്താണ് വി ഹാഡ് നോ സോ മെനി ഫ്ലാഷ് ബാക്ക് ഫിലിംസ് അല്ലേ, ഫ്ലാഷ് ബാക്ക് പറയുന്ന എത്രയോ സിനിമകൾ നമ്മൾ കാണാറുണ്ട്. അതുപോലെ തന്നെ ഇവിടെ എന്താണ് ഫ്ലാഷ് ബാക്കാണ് പറയുന്നത്. തുടക്കം നമുക്ക് ഒരു പാരഗ്രാഫ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കും എന്താണ് ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നുണ്ട്. സോ ഹി വോക്ക് സഡൻലി ആൻഡ് കംപ്ലീറ്റ്ലി. He here the writer, the narrator, the author itself. ഇതിൻ്റെ ഓഥർ പേളസ്ബെക്ക് ആണ്. സോ പേളസ്ബെക്ക് റൈറ്റ് ചെയ്ത മീൻസ് എന്താണ്, അവരൊരു ലേഡി മീൻസ് അവർ ഒരു ഫീമെയിലാണ്, പക്ഷേ ഇവിടെ ഹീ വോക്ക് സഡൻലി എന്ന് പറയുന്നത് സോ മേ ബി ഹിസ് എക്സ്പീരിയൻസ് ഗിവ് സം പേഴ്സൺ ഓർ എന്താണ് ഒരു മീൻസ് ഒരു മെയിൽ പേഴ്സണാലിറ്റി കൊടുത്തിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. സോ ഇവിടെ ഹീ എന്നുള്ളത് നെറേറ്ററാണ്. ദെൻ എന്താണ്, അയാളാണ് നമുക്ക് പറഞ്ഞു തരുന്നത് കഥ. ഹീ വോക്ക് സഡൻലി ആൻഡ് കംപ്ലീറ്റ്ലി. ഇറ്റ് വാസ് 4 o'clock. സഡൻലി ഹീ വോക്ക് അപ്പ് ആൻഡ് ദ ടൈം ഈസ് 4 o'clock. പെട്ടെന്ന് എഴുന്നേറ്റപ്പോൾ സമയത്തിനാണ് 4 മണി. So he woke suddenly and completely. It was 4 o'clock, the hour at which his father and always called him to get up and help with the milking. പെട്ടെന്ന് ഒരു എന്താണ് അദ്ദേഹം ഉണരുകയാണ്. He woke up and the time and he look at the time. It was 4 o'clock. So father and he always called him to go get up and ഹെൽപ്പ് വിത്ത് ദ മിൽക്കിങ്. അപ്പോൾ പെട്ടെന്ന് എഴുന്നേറ്റ് സമയം നോക്കിയപ്പോൾ 4 മണി. സോ പെട്ടെന്ന് അദ്ദേഹം എഴുന്നേറ്റപ്പോൾ ഓർമ്മിക്കുകയാണ് ഈ സമയത്തായിരുന്നു അച്ഛനും താനും എവിടെ പോയിരുന്നത്, മിൽക്കിങ് മീൻസ് എന്താണ് ഈ കറക്കുന്നത്, പശുവിനെ കറക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ആ ഒരു സമയത്തായിരുന്നു. ഈ ഫാമിംഗ് ഇല്ലേ, ഫാമിംഗ് എന്ന് വെച്ചാൽ കൃഷി മാത്രമല്ല, ഈ എന്താണ് പാലുൽപാദനമൊക്കെ ഫാമിങ്ങിൽ ഇൻക്ലൂഡാണ്. സോ അതിന് വേണ്ടിയിട്ട് ഒരുപാട് പശുക്കളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. സോ മിൽക്കിങ്ങിന് വേണ്ടി പോയിരുന്നത് ആ സമയത്താണ്. അച്ഛൻ വിളിച്ചെഴുന്നേൽപ്പിക്കാറുണ്ട് 4 o'clock. Strange how he habits of his youth clung to him still. സോ എന്താണ് ഈ സ്ട്രേഞ്ച് ആണ് മീൻസ് അങ്ങനെ ഒരു ഹാബിറ്റ് നമ്മൾ പറയൂലേ, ചുട്ടയിലെ ശീലം ചുടലവലയെന്ന് പറയൂലേ, ചെറുതിലേ ഉണ്ടാകുന്ന നമ്മുടെ ശീലങ്ങൾ നമ്മളെന്താണ് ഗ്രോപ്പ് ചെയ്യുമ്പോൾ തന്നെ നമ്മളോടൊപ്പം വളർന്നോളും. അപ്പം 4 മണിക്ക് എഴുന്നേറ്റ് ആ ഒരു ശീലം ഇന്നും എന്താണ് ഞാൻ തുടരുന്നു ഇന്നും എന്നുള്ളത്. അപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആഫ്റ്റർ എ ലോങ് ടൈം ഹീ റിമെമ്പർ ദിസ് തിങ്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് അവൻ ഇപ്പോഴും അത് ഓർക്കുന്നത്. ഇന്നും ഞാനത് തുടരുകയാണ്. ഹി സ്റ്റിൽ കണ്ടിന്യൂ ദ ഹാബിറ്റ് ഹി യൂസ്ഡ് ടു വേക്ക് അപ്പ് 4 o'clock. ഇവിടെ നമ്മൾ ഹാബിറ്റ് പറയുക എന്താണ്, യൂസ്ഡ് ടു വെച്ചിട്ടാണ്. സോ ഹി സ്റ്റിൽ കണ്ടിന്യൂ ദാറ്റ് ഹാബിറ്റ്. ഇപ്പോഴും ഞാനത് ഓർക്കുകയാണ്, അതിപ്പോഴും ഞാൻ എന്താണ് തുടരുകയാണ്. 50 years ago. അവിടെയാണ് നമുക്ക് സമയം തരുന്നത്. എത്രയാണ് 50 years ago, 50 വർഷങ്ങൾക്ക് മുന്നേയുള്ള ഹാബിറ്റ്. 50 വർഷങ്ങൾക്ക് മുന്നേ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു മേ ബി ഒരു 60 above അല്ലെങ്കിൽ എന്താണ് ഒരു 70 അറൗണ്ട് ആയിട്ടുണ്ടാവും. അവരുടെ 70ക്ക് താഴെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു 60ക്ക് താഴെ പ്രായമുള്ളൊരു വ്യക്തിയാണ് ഈ കഥയിൽ തുടക്കം നമുക്ക് കഥ പറഞ്ഞു തരുന്ന നെറേറ്റർ. ആൻഡ് ഹിസ് ഫാദർ ഹാഡ് ബീൻ ഡെഡ് ഫോർ 30 years. ഫാദർ മരിച്ചിട്ടുണ്ട്. അച്ഛനും ഞാനും തമ്മിലായിരുന്നു ആ ഫാമിങ്ങിന് വേണ്ടി പോയിരുന്നത്. നൗ എന്താണ് ഫാദർ ഈസ് നോട്ട് ഇലൈവ് എന്നാണ്. ഹി വാസ് പാസ്ഡ് അവേ. സോ പാസ്ഡ് അവേ 13 years ago. 30 വർഷങ്ങൾക്ക് മുന്നേ മരിച്ചു പോയിട്ടുണ്ട് അച്ഛൻ. യെറ്റ് ഹി വേക്കഡ് അറ്റ് 4 o'clock in the morning. ഹി ഹാഡ് യെറ്റ് എന്ന് വെച്ചാൽ ഇപ്പോഴും എന്താണ് ഹി ഹാഡ് trained himself to wake up in the 4 o'clock in the morning, and he had trained himself to turn over and go to sleep. But this morning it was Christmas. He did not try to sleep. അപ്പോൾ 4 മണിക്ക് എഴുന്നേറ്റു. പിന്നെ എന്താണ് കുറച്ചുകൂടെ ഉറങ്ങാൻ വേണ്ടി ഇരുന്നപ്പോൾ നോക്കുമ്പോൾ അതിന് പറ്റിയില്ല. ബിക്കോസ് എന്താണ് ക്രിസ്മസ് ഡേ ആണെന്ന്. ക്രിസ്മസ് ഡേ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. Why did he feel so awake tonight? He slipped back in time.
as he did so easily nowadays. He was 15 years old and still on his father's farm. അപ്പോൾ അവിടെയാണ് നമ്മൾ തുടങ്ങുന്നത്, കഥ സ്റ്റാർട്ട് ചെയ്യുന്നത്. Why did he feel so awake tonight? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് ഉറങ്ങാതിരിക്കാനുള്ള കാരണം he slipped back in ടൈം എന്ന് വെച്ചാൽ വളരെ മനോഹരമായിട്ട് ലിറ്റററി എഴുതിയ വാക്കുകളാണത്. നല്ല മനോഹരമായ വേർഡാണ്. നമ്മളിപ്പോൾ മലയാളത്തിലൊക്കെ പറയുകയാണെങ്കിൽ കവിത പറയുന്നത് പോലെയൊക്കെ പറയൂലേ, അതുപോലെ അല്ലേ. ഈ സ്ലിപ്ഡ് ബാക്ക് ഇൻ ടൈം എന്ന് വെച്ചാൽ ഞാൻ എന്താണ് ഞാൻ സമയത്തെ പിറകോട്ടേക്ക് സഞ്ചരിപ്പിക്കുകയാണ്. സമയത്തെ പിറകോട്ടേക്ക് സഞ്ചരിപ്പിക്കുക എന്ന് വെച്ചാൽ ഗോയിങ് ടു ഗോ ബാക്ക് ടു ഹിസ് ചൈൽഡ്ഹുഡ് അല്ലേ. His father has been dead. He was 15 years old and still on his father's farm. He loved his father. അത് തന്നെ പറയുന്നതാണ്, he loved his father. He was 15 years old. ഞാൻ 15 വയസ്സായപ്പോൾ എൻ്റെ 15 ഇയർ ആണ്. ഈ കഥ, ഈ സ്റ്റോറി പറയുന്ന സമയത്ത് ദ നറേറ്റർ ഹാസ് 15 ഇയേഴ്സ് അല്ലേ. 15 ഇയേഴ്സ് 15 വയസ്സുള്ള സമയത്തുള്ള കഥയാണ്, മീൻസ് മെമ്മറിയാണ്, ഇവൻസ് ആണ് ഇവിടെ പറയുന്നത്. He loved his father. He had not known it until one day, a few days before Christmas, when he had overheard what his father was saying to his mother. ഒരു ദിവസം, അതൊരു ക്രിസ്മസ് ഡേ ആയിരുന്നു. അവർ ബിഫോർ ക്രിസ്മസിന് വെൻ ഹി വുഡ് ഓവർഹേർഡ് വാട്ട് ഹിസ് ഫാദർ വാസ് സെയിങ് ടു ഹിസ് മദർ. മദറിനോട് പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഇവൻ ശ്രദ്ധിക്കാനിടയായി. ഈ നറേറ്റർ 15 ഇയർ ഓൾഡായുള്ള പേര് മെൻഷൻ ചെയ്യുന്നില്ല, കേൾക്കാൻ ഇടയായി. എന്താണ്? മേരി മീൻസ് മദേഴ്സ് നെയിമാണ്. മേരി എന്നുള്ളത് മദറുടെ നെയിമാണ്, മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഐ ഹാഡ് ടു കോൾ റോബ് എന്നാണ് വ്യക്തിയുടെ പേര്. റോബ് എന്നാണ്. ഐ ഹേറ്റ് ടു കോൾ പറയുന്നില്ലേ, ഐ ഹേറ്റ് ടു കോൾ റോബ് എന്ന് വെച്ചാൽ 15 വയസ്സുള്ള നമ്മുടെ ഈ നെറേറ്ററിൻ്റെ പേരാണ് റോബ്. ഇൻ ദ മോർണിംഗ് ഐ ഹേറ്റ് ടു കോൾ റോബ് ഇൻ ദ മോർണിംഗ് എന്ന് വെച്ചാൽ ഞാൻ റോബിനെ ഇപ്പം വിളിക്കുന്നില്ല, അവൻ ഉറങ്ങട്ടെ. ഹി ഈസ് ഗ്രോയിങ് സോ ഫാസ്റ്റ് ആൻഡ് ഹി നീഡ്സ് എ സ്ലീപ്പ്. അവൻ വളരുന്ന സമയത്ത് നമ്മൾ പറയില്ലേ, എന്താണ് ഗ്രോയിങ്ങിന് വേണ്ടി നമുക്ക് എന്താണ് ഉറക്കം. എല്ലാവർക്കും അങ്ങനെയല്ലേ, 8 മണിക്കൂർ ഉറങ്ങണം എന്നല്ലേ പറയുന്നത്. അറ്റ്ലീസ്റ്റ് ഒരു 6 hour എങ്കിലും ഉറങ്ങണം എന്നാണ് നമ്മുടെ നല്ല ആരോഗ്യത്തിന് വേണ്ടത്. സോ അവൻ ഉറങ്ങട്ടെ എന്ന് പറഞ്ഞു. തൻ്റെ കഷ്ടപ്പാടുകളും അവനെ അറിയിക്കേണ്ട, അതാണ് ചുരുക്കി പറയുകയാണെങ്കിൽ. ഫാദറിൻ്റെ ആ ഒരു ഹാർഡ് വർക്കിംഗ് അദ്ദേഹം അത് ഹൈഡ് ചെയ്തിട്ട് എന്താണ് അവനെ അറിയിക്കാതെ വളർത്തുകയാണ്. സോ മദേഴ്സ് നെയിം മേരി, ദ നറേറ്റേഴ്സ് നെയിം റോബ്. ഇഫ് യു കുഡ് സീ how sleep when I go in to wake him up. I wish I could manage alone. ഞാനിപ്പം വിളിച്ചാൽ അവൻ എൻ്റെ ഒപ്പം വരും, പക്ഷെ എന്താണ് അത് വേണ്ട. ഐ വിഷ് ഐ കുഡ്, എനിക്ക് പറ്റും. എന്താണ് ഐ വിഷ് ഐ കുഡ് മാനേജ് അലോൺ, എനിക്ക് ഒറ്റയ്ക്ക് പറ്റും മാനേജ് ചെയ്യാൻ. വെൽ യു കാണ്ട് ആദം എന്നാണ് ഫാദറിൻ്റെ പേര്. വെൽ യു കാണ്ട് ആദം നിങ്ങൾക്കത് പറ്റില്ല. ഹിസ് മദേഴ്സ് വോയിസ് വാസ് ബ്രിസ്ക് എന്ന് വെച്ചാൽ സൗണ്ട് പറയാമെന്ന്. ബിസൈഡ്സ് ഹി ഈസ് ഇൻ ചൈൽഡ് എനിമോർ. ബിസൈഡ്സ് മാത്രമല്ല, അവനിപ്പോൾ ഒരു ചൈൽഡ് അല്ല, അവൻ കുട്ടിയൊന്നുമല്ല, 15 വയസ്സായില്ലേ. ഇറ്റ്സ് ടൈം ഹി ലുക്ക് ഹിസ് ടേൺ. അവൻ്റെ ചോയ്സ് തിരഞ്ഞെടുക്കാനുള്ള സമയമൊക്കെ ആയി. യെസ് ഹിസ് ഫാദർ സെഡ് സ്ലോലി, മെല്ലെ പറഞ്ഞു അച്ഛൻ. ബട്ട് ഐ ഷുവർ ഡു ഹേറ്റ് ഐ വേക്ക് ഹിം. പക്ഷേ എനിക്ക് ഉറപ്പാണ് ഇപ്പോൾ വിളിക്കുമ്പോൾ അവൻ എന്താണ് അതൊരു ഹേറ്റ്നെസ് ഉണ്ടാവും. അങ്ങനെയല്ലേ, നമുക്ക് രാവിലെ എഴുന്നേൽക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര മടിയല്ലേ, അത് തന്നെ ആക്ച്വലി. ഇനി അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ഒന്ന് നോക്കാം നമുക്ക്. ഒന്നാമത്തെ ചോദ്യം നോക്ക്. വിച്ച് ഹാബിറ്റ് ഓഫ് ഹിസ് യൂത്ത് സ്റ്റിൽ ക്ലിങ് ടു ദ സ്പീക്കർ? ഡു ദ ഹാബിറ്റ് ഓഫ് യുവർ യൂത്ത് സ്റ്റിൽ ക്ലിങ് ടു യു? വൈ? ഇതിൽ പറയുന്ന സ്പീക്കറിൻ്റെ നറേറ്ററിൻ്റെ ഏത് ഹാബിറ്റാണ് ക്ലിങ് എന്ന് വെച്ചാൽ അവിടെ തന്നെ, മീൻസ് അത് മാഞ്ഞു പോവാതെ അവിടെ തന്നെ നിൽക്കുന്നത് ഏത് ഹാബിറ്റാണ്? ഹി ഡെയിലി വേക്ക് അപ്പ് 4 o'clock അല്ലേ, 4 മണിക്ക് എഴുന്നേൽക്കുന്നത് ആയിരുന്നു മോർണിംഗ്. ഇനി എന്താണ് ഡു ദ ഹാബിറ്റ് ഓഫ് യുവർ യൂത്ത് സ്റ്റിൽ ക്ലിങ് ടു യു? നമ്മളേതെങ്കിലും ചെറുതിലേ ഉള്ള എന്തെങ്കിലും ഒരു ഹാബിറ്റ് നമ്മളോട് ഇപ്പോൾ ഉണ്ടോ എന്നുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എഴുതുക. ചിലർക്കുണ്ടായ ടു വേക്കപ്പ് ഇപ്പോൾ 4 AM അല്ലെങ്കിൽ ചിലപ്പോൾ 6 AM ആയിരിക്കും. ചിലരെന്താണ് ഈ കളിക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും പെർട്ടിക്കുലർ എഴുന്നേറ്റ പാടി കോഫിയൊക്കെ കുടിക്കുന്നത്, അങ്ങനെ ഒരുപാട് ഹാബിറ്റില്ലേ.
അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? Why didn't the speaker try to turn over and sleep the particular morning? Why didn't the speaker try to turn over? എന്തുകൊണ്ടാണ് സ്പീക്കർ ടേൺ ഓവർ മീൻസ് എന്താണ്, എഴുന്നേറ്റ് ആ ദിവസം എന്താണ് കുഡിൻറ്റ് സ്ലീപ്പ് എന്ന് പറയുന്നത്, ഇനി ആ ഒരു ദിവസം ഉറങ്ങുന്നില്ല. ബിക്കോസ് എന്താണ്, ദ മോർണിംഗ് ദ നെക്സ്റ്റ് ഡേ അല്ലേ, ദ ഡേ ഈസ് ദ കമ്മിങ് ഡേ ഈസ് ക്രിസ്മസ് ഡേ അല്ലേ മോർണിംഗ് എന്ന് പറയാം, 4 മണിയായ മോർണിംഗ് അല്ലേ, മോർണിംഗ് ടുഡേ ഈസ് ക്രിസ്മസ് ഡേ അല്ലേ, ദ പെർട്ടിക്കുലർ ഡേ ഈസ് ദ ക്രിസ്മസ് ഡേ മോർണിംഗ് അല്ലേ, അതുകൊണ്ടാണ് അല്ലേ. ടു സ്ലീപ്പ് ബാക്ക് ഇൻ ടൈം മീൻസ് ടു സ്ലീപ്പ് ബാക്ക് ഇൻ ടൈം അല്ലേ, ഞാൻ പറഞ്ഞില്ലേ, ടു സ്ലീപ്പ് ബാക്ക് ഇൻ ടൈം he feels, he remembers about the childhood days, or he reverse time means എന്താണ്, റിവേഴ്സ് ഓഫ് ദ ടൈം, അവനെ റിവേഴ്സ് ചെയ്യിപ്പിക്കുകയാണ്, എന്താണ് ബാക്കിലേക്ക് അല്ലേ, പിറകിലേക്ക് റിവേഴ്സ് ചെയ്യിപ്പിക്കുകയാണ്, അതാണ് അത് ഉദ്ദേശിക്കുന്നത്. ടു സ്ലിപ്പ് ബാക്ക് ഇൻ ടൈം എന്നുള്ള ഫ്രേസാണ് സമയത്തെ, കാലത്തെ പുറകോട്ടേക്ക് സഞ്ചരിപ്പിക്കുക എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വൈ ഡിഡ് ഹിസ് ഫാദർ വിഷ് ഹി കുഡ് മാനേജ് അലോൺ? എന്തുകൊണ്ടാണ് ഫാദർ മാനേജ് ചെയ്യാമെന്ന് പറയുന്നത്? ബിക്കോസ് ദ ഫാദർ ഡസൻ ലൈക്ക് ടു ഡിസ്റ്റർബ് ഹിസ് സൺ അല്ലേ, മകനായ റോബിനെ ഡിസ്റ്റർബ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഹി കുഡ് മാനേജ് ഹിംസെൽഫ്. വാട്ട് ഡിഡ് റോബ് ഓവർ ഹിയർ വൺ ഡേ? വാട്ട് ഇമ്പാക്ട് ഡിഡ് ഇറ്റ് മേക്ക്? എന്താണ് അവൻ കേട്ടത്? ഫാദറും മദറും തമ്മിലുള്ള കോൺവെർസേഷൻ അത് ഇതിലുണ്ട്, അത് ഞാൻ പറഞ്ഞതാണ് ഓൾറെഡി, അപ്പോൾ അത് എഴുതിക്കോളാം. അത്രയും ക്വസ്റ്റ്യനാണ് ഇപ്പോൾ എടുത്ത ഭാഗത്തു നിന്നുള്ളത്. അടുത്തത്, when he heard these words, something in him spoke. His father loved him. He had never thought of that before, taking for granted the tie of their blood. Neither his father nor his mother talked about loving their children. They had no time for such things. There was always so much to do on the farm. എന്താണ് ടേക്കിംഗ് ഫോർ ഗ്രാൻഡഡ് എന്ന് വെച്ചാൽ, ടേക്കിംഗ് ഫോർ ഗ്രാൻഡഡ് എന്നുള്ള ഫ്രേസ് ഉണ്ട്, അതിൻ്റെ മീനിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. assume that something is true without questioning it. assume, നമ്മൾ ചില കാര്യങ്ങൾ ശരിയാണോ എന്ന് അറിയുന്നതിന് മുന്നേ അത് ശരിയാണെന്ന് നമ്മളങ്ങ് വിചാരിക്കുക, assume ചെയ്യും. അതാണ് സംതിങ് ഫോർ ഗ്രാൻഡഡ് എന്നുള്ളതിൻ്റെ ഫ്രേസിൻ്റെ മീനിങ്. എന്താണ്? when he heard these words, something in him spoke. His father loved him. അച്ഛൻ അവരെ സ്നേഹിക്കുന്നുണ്ട്, ഫാദറും മദറും. he had never thought of that before, taking for granted. അവൻ assume ചെയ്തു, to tie of their blood. neither his father nor his mother talked about loving their children. അവരൊരിക്കലും എൻ്റെ മക്കളോട് സ്നേഹമാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. ബിക്കോസ് എന്താണ്, അവരൊരുപാട് ബിസി ഷെഡ്യൂളാണ്. അപ്പോൾ അവർ ഈ മക്കളോട് കുട്ടികളോട് ഇഷ്ടമാണ് എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുകയല്ല. ബിക്കോസ് എന്താണ്, അവർ ഓൾവേസ് ബിസിയാണ്, അവർ നോക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. ബട്ട് there were always so much do on the farm. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഫാമിന് ഓൾറെഡി ചെയ്യാനുണ്ട്. അതൊക്കെ ആ ഒരു ബിസി വർക്കിംഗ് പറയാണ് പാരൻസിൻ്റെ. now that he knew his father loved him. ഇപ്പോൾ എനിക്കറിയാം, അന്ന് നമ്മളെ അങ്ങനെ തന്നെയാണ്, അച്ഛനും അമ്മയും വർക്ക് ചെയ്യും, അച്ഛനും. പക്ഷേ നമ്മൾ ഒരുപാട് വർഷങ്ങൾ കഴിയുമ്പോൾ ഒരു പക്ഷേ ഫാദറും മദറും ഇല്ലാത്തൊരു കാലത്തായിരിക്കും അവരുടെ സ്നേഹത്തോളം വാല്യുബിൾ ആണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ ഒരു സമയത്തായിരിക്കും, അയ്യോ എന്നെ അതുപോലെ സ്നേഹിച്ച ആരും ഇല്ലായിരുന്നു എന്നൊക്കെ നമ്മൾ ആ സമയത്ത് മനസ്സിലാക്കുക അല്ലേ. നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ് നമുക്ക് എല്ലാത്തിൻ്റെയും വാല്യൂ തിരിച്ചറിയാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവുക. അപ്പോൾ ആ ഒരു വാല്യുബിൾ തിങ്സ് പിന്നീടാണ് നമ്മൾ മനസ്സിലാക്കുക. സോ നൗ ദാറ്റ് ഹി ന്യൂ his father loved him. Nowadays he knew that his father loved him a lot. There would be no loitering in the morning and having to be called again. Loitering എന്നുള്ളതിൻ്റെ മീനിങ് ഇവിടെ ഉണ്ട്. ലോയിറ്റർ കണ്ടില്ലേ, വാണ്ടർ ആണ്. വാണ്ടർ എന്ന് വെച്ചാൽ ഈ വാണ്ടർ അറിയില്ലേ, വാണ്ടറിൻ്റെ മീനിങ് ഒക്കെ അറിയില്ലേ. സോ loitering in the morning and having to be called again. He got up after the stumbling blindly in his sleep and pulled on his clothes, his eyes shut, but he got up. And then on the night before Christmas that year, when he was 15, he lay for a few minutes thinking about the next day.
were poor and most of the excitement was in Turkey. They were poor and most of the statement was in Turkey. They had raised themselves and mince pieces എന്ന് വെച്ചാൽ എന്താണ് ഈ മിൻസ് പീസസ് ഇല്ലേ? മിൻസ് പീസസ് എന്ന് വെച്ചാൽ ഈ ക്രിസ്മസിന് ഉണ്ടാക്കുന്ന ഒരു തരം പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് സ്വീറ്റ് ബേക്കിംഗ് ഫുഡാണ്. ഇപ്പോൾ ആയിട്ടുള്ള വളരെ മധുരമുള്ള ഒരു ബേക്കറി ഐറ്റത്തിനെയാണ് ഈ മിൻസ് പീസ് എന്ന് പറയുന്നത്. ഹിസ് മദർ ഇതൊക്കെ ഉണ്ടാക്കുകയാണ്. സിസ്റ്റേഴ്സ് സ്യൂഡ് പ്രസൻറ്റ്സ് ആൻഡ് ഹിസ് മദർ സിസ്റ്റേഴ്സ് അവന് പ്രസൻറ്റ് മീൻസ് ഒരു ക്രിസ്മസിന് പ്രസൻറ്റ് കൊടുക്കുക എന്നുള്ള ഒരു രീതിയൊക്കെ ഉണ്ട്. അപ്പോൾ സ്യൂ ചെയ്യാന്ന് വെച്ചാൽ തുന്നു. ആൻഡ് ഹിസ് മദർ ആൻഡ് ഫാദർ ഓൾവേസ് ബോട്ട് ഹിം സംതിങ് ഹി നീഡഡ്. എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട് അവൻ അച്ഛനും അമ്മയും. നോട്ട് ഓൺലി എ വാം ജാക്കറ്റ് മാത്രം. വാം ജാക്കറ്റ് എന്ന് പറയുന്ന അവിടെയൊക്കെ ആ ഒരു പെർട്ടിക്കുലർ ക്ലൈമറ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യാണ്. കാരണം ക്രിസ്മസ് ആണ്, ഇറ്റ്സ് എ ടൈം ഓഫ് അല്ലേ, മിസ്റ്റി ആണല്ലേ, എന്താണ് കോൾഡാണ്, വളരെ തണുപ്പുള്ള ഒരു സിറ്റുവേഷനാണ്. ആ ഒരു വാം ജാക്കറ്റൊക്കെ ആയിരുന്നു ആ സമയത്ത് ഗിഫ്റ്റൊക്കെ കൊടുക്കും. ദെൻ എന്താണ് മേ ബി ബട്ട് സംതിങ് മോർ സച്ച് ആസ് എ ബുക്ക്. അതുമാത്രമല്ല ചിലപ്പോൾ ബുക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാറുണ്ട്. ആൻഡ് ഹി സേവ്ഡ് ആൻഡ് ബോട്ട് ദം ഈച്ച് സംതിങ് ടു. എല്ലാം എന്താണ് അവൻ സേവ് ചെയ്ത് വെക്കാറുണ്ട്. ഹി വിഷ്ഡ് ദാറ്റ് ക്രിസ്മസ് വെൻ ഹി വാസ് 15. അവന് 15-ാമത്തെ വയസ്സായിരുന്നു ആ ക്രിസ്മസിൻ്റെ നാളിൽ. ഹി ഹാഡ് എ ബെറ്റർ പ്രസൻറ്റ് ഫോർ ഹിസ് ഫാദർ. അദ്ദേഹത്തിൻ്റെ എടുക്കുന്ന ഒരു ബെറ്റർ പ്രസൻറ്റ് അവൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ആസ് യൂഷ്വൽ ഹി had gone to continue ചെയ്യാം. As usual he had gone to the 10-cent store and bought a tie. It had seemed nice enough until he lay thinking the night before Christmas. He looked out of his attic window. The stars were bright. എന്താണ് 10-cent സ്റ്റോർ എന്ന് വെച്ചാൽ ഈ ഇങ്ങനത്തെ ടൈ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വിൽക്കുന്ന സ്റ്റോറാട്ടോ. ടൈ വാങ്ങുകയും ഇറ്റ് ഹാഡ് സീംഡ് നൈസ്, വളരെ നൈസാണ്. ഈ ലുക്കഡ് ആ ഒരു എന്താണ് ആ ഒരു സമയത്തുള്ള ആ ഒരു ഇൻസിഡൻ്റൊക്കെ പറയാണ്. then എന്താണ് അറ്റിക് വിൻഡോ എന്ന് വെച്ചാൽ ഒരു മീൻസ് വീട്ടിൽ ഒരു ജനാലയില്ലേ സൈഡിലുള്ള. Dad, he had once asked when he was a little boy, what is a stable? സ്റ്റാബിൾ എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഇവിടെ മീനിങ് ഉണ്ട്. എ ബിൽഡിംഗ് ഇൻ വിച്ച് കണ്ടല്ലോ, എ ബിൽഡിംഗ് ഇൻ വിച്ച് ഹോസസ് ആർ കെപ്റ്റ്. ഈ എന്താണ് ഹോസിനെ ഈ കുതിരകളുടെ ഒക്കെ പശുവിന് നമ്മൾ ആല എന്നൊക്കെ പറയൂലേ, ആല അങ്ങനെ പെർട്ടിക്കുലർ പറയൂലേ നമ്മൾ ആലയില്ലേ, അതുപോലെ ഹോസിൻ്റെ ഒരു ലിവിങ് പ്ലേസ് ആണ് ഈ സ്റ്റാബിൾ എന്ന് പറയുന്നത്. So stable. Dad, he had once asked when he was a little boy. അവൻ ചെറുതായിരിക്കും അവൻ പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഈസ് stable? It's just a barn. അതെന്താണ് ജസ്റ്റ് എ ബാണാണ്. ബാൺ എന്ന് വെച്ചാൽ ഈ നിലവറ എന്നൊക്കെ പറയൂലേ, നിലവറയാണ് ഈ ബാണ്. ഹിസ് ഫാദർ ഹാഡ് റിപ്ലൈഡ് ലൈക്ക് അവേഴ്സ്. അച്ഛൻ പറഞ്ഞു അതൊരു ബാണാണ്, നിലവറയാണ്, ഞങ്ങളെപ്പോലെ എന്ന് വെച്ചാൽ പേരൻസ്. ശരിക്കും അവരൊരു നിലവറയല്ലേ, നമ്മളെ സംബന്ധിച്ച് നമ്മളെ സംരക്ഷിക്കുന്നതും വളർത്തുന്നതും ഒക്കെ. ഈ നിലവറ എന്തിനാണ് നമ്മൾ കുട്ടിയെല്ലാം സ്വരൂപിച്ചു കൊണ്ടാക്കല്ലേ, അത് തന്നെയല്ലേ ആക്ച്വലി. ദെൻ ജീസസ് ഹാഡ് ബീൻ ബോൺ ഇൻ എ ബാൺ. ജീസസും എവിടെയാണ് മീൻസ് ഈ നിലവറ എന്നല്ലേ പെർട്ടിക്കുലർ. ഞാൻ ഇപ്പോൾ അങ്ങനെയും പറയും. ഈ പുല്ലുകളൊക്കെ കൊണ്ടുവയ്ക്കുന്ന ഈ ആലയില്ലേ, ആല പോലെ നിലവറ എന്നൊക്കെ പറയും. അതിൻ്റെ മീനിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വൺ എ ബിൽഡിംഗ് ഇൻ ഫോംസ് ഫ്രം ദ സ്റ്റോറേജ് ഓഫ് ക്രോപ്സ്. ധാന്യങ്ങൾ ശേഖരിക്കുന്ന ബിൽഡിങ്ങിനെയാണ് ബാണെന്ന് പറയുക. അത് നിലവറ എന്നല്ലേ നമ്മൾ പറയാം. അപ്പോൾ ചോദിച്ചപ്പോൾ ഫാദർ അങ്ങനെ പറഞ്ഞു, ഞങ്ങളെപ്പോലെ ഒരു ബാണാണ് ഈ സ്റ്റാബിൾ എന്നുള്ളത്. അപ്പോൾ ദെൻ അവർ പിന്നെ ആഡ് ചെയ്തത് ദെൻ ജീസസ് ഹാഡ് ബീൻ ബോൺ ഇൻ ബാൺ. ജീസസും എവിടെയാണ് ജനിച്ചത് അല്ലേ, യേശുക്രിസ്തു ജനിച്ചതൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ. ആൻഡ് ടു ദ ബാൺ ദ ഷെപ്പേർഡ് ഹാഡ് കം. അവിടെ നിന്നാണ് ഷെപ്പേർഡ് ഹാഡ് കം. ഷെപ്പേർഡിൽ വെച്ചാൽ മീൻസ് ബാണിൽ എന്ന് വെച്ചാൽ നിലവറയിൽ മീൻസ് എന്താ ആ ഒരു പെസൻ്റ് ലൈഫ് കൂടെ മെൻഷൻ ചെയ്യണം. ആ പെസൻ്റ് ലൈഫിൻ്റെയും കൂടെ അവരുടെ ആ തൊഴിൽ, ആ ഒരു പെസൻ്റ് ലൈഫിൻ്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ മിങ്കിൾ ചെയ്തിട്ടാണ് പറയുന്നത്. സോ അതുവരെ വായിക്കുക.
വായിച്ച് നോക്കി മനസ്സിലാക്കുക. ബാക്കി ക്വസ്റ്റ്യൻ നോക്കുക. അതിന് റിമൈനിങ് ക്വസ്റ്റ്യൻസ് ഇല്ലേ. വാട്ട് ഡിഡ് ഹിസ് ഫാദർ വിഷ് ഹി ഹാഡ് മെൻ, അത് പറഞ്ഞല്ലോ. വാട്ട് ഡിഡ് റോബ് ഓവർ ഹിയർ വൺ ഡേ, അത് പറഞ്ഞല്ലോ. യൂസ് ദ ഫ്രേസ് ടേക്ക് ഫോർ ഗ്രാൻഡഡ് ഇൻ എ സെൻറ്റൻസ് ഓഫ് യുവർ ഓൺ. ടേക്ക് ഫോർ ഗ്രാൻഡഡിൻ്റെ മീനിങ് ഞാൻ പറഞ്ഞു കണ്ടിട്ടുണ്ട്. എന്താണ്? അസ്യൂം ദാറ്റ് സംതിങ് ഈസ് ട്രൂ വിത്തൗട്ട് ക്വസ്റ്റ്യനിങ് ഇറ്റ്. ക്വസ്റ്റ്യൻ ഒന്നും ചെയ്യാണ്ട് അസ്യൂം ചെയ്യാണ് ശരിയാണ് എന്നുള്ളത്. അപ്പോൾ അത് വെച്ച് നിങ്ങളോടൊരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാം. ഡു യുവർ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഡു യുവർ പാരൻസ് ലവ് യു? ഡു യുവർ പാരൻസ് ലവ് യു? ഹൗ ഡു യു നോ ദാറ്റ്? നിങ്ങളെ അച്ഛനും അമ്മയും നിങ്ങളോട് സ്നേഹമുണ്ട് എന്ന്. ഇപ്പോൾ റോബ് പറഞ്ഞില്ലേ, റോബിനോടുള്ള സ്നേഹം എന്തായിരുന്നു? അവൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കും, അവന് ക്രിസ്മസിന് ഓരോ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കും, എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ചെയ്യും. പിന്നെ അവന് മനസ്സിലായി ഇപ്പോൾ എന്നാണ് അവൻ്റെ പാരൻസ് അവനെ സ്നേഹിച്ചിട്ട്. അപ്പോൾ നിങ്ങളെ പാരൻസ് നിങ്ങളെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് അറിയാവോ? അത് എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാവാറ് എന്ന്. അതും നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ. എട്ടാമത്തത്, വാട്ട് വർ ദ പ്രസൻസ് എക്സ്ചേഞ്ച്ഡ് ബിറ്റ്വീൻ ദ ഫാമിലി മെമ്പേഴ്സ്? അവിടെ ഈ പ്രസൻറ്റ് അവർ എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല, ഒരുപാട് ഗിഫ്റ്റുകൾ കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞില്ലേ, ഈ പാരഗ്രാഫിലുണ്ട് കേട്ടോ. അതൊക്കെ ഈ പാരഗ്രാഫിലുണ്ട്. വായിച്ച് നോക്കിയാൽ കിട്ടും. എന്തൊക്കെയാണ്? സിസ്റ്റേഴ്സ് യൂഡ് പ്രസൻസ് ആൻഡ് ഹിസ് മദർ ആൻഡ് ഫാദർ ഓൾവേസ് ബോട്ട് ഹിം സംതിങ് ഹി നീഡഡ് എന്നൊക്കെ പറഞ്ഞില്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, റോബ്സ് യൂഷ്വൽ പ്രസൻസ് ടു ഹിസ് ഫാദർ. അച്ഛൻ്റെ എപ്പോഴും ഉള്ള പ്രസൻറ്റ് എന്ന് വെച്ചാൽ വാം ജാക്കറ്റാണ് അല്ലേ. അതായിരുന്നു അതിൻ്റെ ആൻസർ. അടുത്തത് 10ാമത്, വൈ ഡിഡ് ഹി വിഷ് വാട്ട് ഹി ഹാഡ് എ ബെറ്റർ പ്രസൻറ്റ് ഫോർ ഹിസ് ഫാദർ ദാറ്റ് ക്രിസ്മസ്? എന്തുകൊണ്ടാണ് അവൻ എക്സ്പെക്റ്റ് ചെയ്തത്, വിഷ് ചെയ്തത് അതിലും ഒരു ബെറ്റർ പ്രസൻറ്റ് ഇപ്പോൾ കിട്ടുമെന്നുള്ളത്? ബിക്കോസ് എന്താണ്, ഫാദറിൻ്റെ ഒരു കോൺവെർസേഷൻ, പിന്നെ 15 വയസ്സൊക്കെ ആയില്ലേ, അതൊക്കെയാണ് അതിൻ്റെ റീസൺ. അത്രയും ക്വസ്റ്റ്യനാണ് നമ്മൾ എടുത്ത ഭാഗത്തു നിന്നുള്ളത്. സോ അത്രയും എഴുതുക, അതിൽ നോട്ട് ചെയ്ത് വെക്കുക.